Good morning, all. Hope you guys are fine at your home. Today, we are going to start the first chapter, Introduction to Academic Writing. Writing for Academic and Professional Success എന്ന കോമൺ പേപ്പറിലെ ഫസ്റ്റ് ചാപ്റ്ററായ ഇൻട്രൊഡക്ഷൻ ടു അക്കാഡമിക് റൈറ്റിംഗ് ആണ് നമ്മൾ ഇന്ന് ആരംഭിക്കുന്നത്. So let's start. Chapter 1, Introduction to Academic Writing. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് തന്നെ ഇൻട്രൊഡക്ഷൻ ടു അക്കാഡമിക് റൈറ്റിംഗ് എന്നാണ്. ഇൻട്രൊഡക്ഷൻ ടു അക്കാഡമിക് റൈറ്റിംഗ്. അക്കാഡമിക് റൈറ്റിങ്ങിന് ഒരു ആമുഖം. സോ ആദ്യം തന്നെ എന്താണ് അക്കാഡമിക് റൈറ്റിംഗ് എന്നതാണ് നമ്മൾ നോക്കുന്നത്. So, what is academic writing? അക്കാഡമിക് റൈറ്റിംഗ് എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കാം? അക്കാഡമിക് അല്ലെങ്കിൽ അക്കാഡമി എന്നീ വാക്കുകൾ അർത്ഥമാക്കുന്നത് എന്താണ്? അക്കാഡമിക് മീൻസ് സംതിങ് റിലേറ്റഡ് ടു എഡ്യൂക്കേഷൻ അല്ലേ? എഡ്യൂക്കേഷനുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെയാണ് നമ്മൾ അക്കാഡമിക് എന്ന് വിളിക്കാറുള്ളത്. സോ അക്കാഡമിക് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ജനറലി അക്കാഡമിക് റൈറ്റിംഗ് കൺസിഡേർഡ് ആസ് all kinds of writing assigned to the students for the purpose of study, especially at college level. പ്രത്യേകിച്ചും കോളേജ് ലെവലിലുള്ള സ്റ്റുഡൻസിന് നൽകുന്ന അസൈൻമെൻറ്റ്സ്, പ്രോജക്ട്സ് എക്സെട്ര തുടങ്ങിയിട്ടുള്ള റൈറ്റിംഗ് ടാസ്കുകളെയാണ് നമ്മൾ അക്കാഡമിക് റൈറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴുണ്ടായിരുന്ന അതേ റൈറ്റിംഗ് സ്കിൽ ആയിരിക്കില്ല കോളേജ് ലെവലിൽ എത്തുമ്പോൾ. അത് കുറച്ചുകൂടി ഫോമൽ ആയിട്ടുണ്ടായിരിക്കും, കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ലെവലിൽ എത്തിയിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ലെവലിലോട്ട് നമ്മൾ ഇംപ്രൂവ് ചെയ്യേണ്ടിയിരിക്കുന്നു. നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ള UG കോഴ്സ്, ആ കോഴ്സ് ഏതാണോ ആ ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ടെക്നിക്കൽ ടേംസും ഫ്രേസസും ഉപയോഗിച്ചുകൊണ്ടായിരിക്കും നാം കോളേജ് ലെവലിൽ എത്തുമ്പോൾ എഴുതുക. ഫോർ എക്സാമ്പിൾ, കൊമേഴ്സ് പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ബാങ്കിങ്, എക്കണോമിക്സ്, ബിസിനസ്, ദെൻ മാർക്കറ്റിംഗ്, റിക്രൂട്ട്മെൻറ്റ്, ഫിനാൻസ് തുടങ്ങിയിട്ടുള്ള ടെക്നിക്കൽ ടേംസ് ഉപയോഗിക്കും. വൈൽ ലിറ്ററേച്ചർ ഓപ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ അവർ പേഴ്സോണിഫിക്കേഷൻ, സിമിലി, മെറ്റഫർ, ഡബിൾ മാർജിനലൈസേഷൻ, പോസ്റ്റ് കൊളോണിയലിസം, മോഡേണിസം തുടങ്ങിയിട്ടുള്ള ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വൊക്കാബുലറീസ് ഉപയോഗിക്കും. ഇനി കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിക്കുന്ന കുട്ടികളാണെങ്കിലോ ജാവ, പ്രോഗ്രാമിംഗ്, ഔട്ട്പുട്ട്, ഡാറ്റ, പ്രോസസ്സിംഗ് എന്നീ ടേംസുകളായിരിക്കും ഉപയോഗിക്കുകയുണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കോളേജ് ലെവലിൽ എത്തുമ്പോൾ ഏത് കോഴ്സാണോ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് ആ കോഴ്സുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ടെക്നിക്കൽ ടേംസ് ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മുടെ റൈറ്റിങ്ങിൽ ഉപയോഗിക്കുക. സോ അക്കാഡമിക് റൈറ്റിങ്ങിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ പറഞ്ഞത്. എന്താണെന്ന് വെച്ചാൽ ഓരോ ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന, ഡിസിപ്ലിൻ ഹിയർ മീൻസ് സബ്ജക്ട്സ്, ഓരോ ഡിസിപ്ലിൻ അല്ലെങ്കിൽ ഓരോ സബ്ജക്ട്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള ടെക്നിക്കൽ ടേംസ് ആൻഡ് ഫ്രേസസ് ആണ് അക്കാഡമിക് റൈറ്റിങ്ങിൽ ഉപയോഗിക്കുക. ഓക്കെ, സോ അക്കാഡമിക് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ കോളേജ് ലെവലിലുള്ള സ്റ്റുഡൻസിന് അസൈൻ ചെയ്ത് നൽകുന്ന റൈറ്റിങ്സിനെയാണ് നമ്മൾ അക്കാഡമിക് റൈറ്റിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്കും നമ്മൾ പറഞ്ഞു. എന്തായിരുന്നു? അക്കാഡമിക് റൈറ്റിങ്ങിൽ നമ്മൾ
ഡിസിപ്ലിൻ റിലേറ്റഡ് ആയിട്ടുള്ള നമ്മളുടെ കോഴ്സ് അല്ലെങ്കിൽ നമ്മുടെ സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ടെക്നിക്കൽ ടേംസ് ആൻഡ് ഫ്രേസസ് ആണ് ഉൾപ്പെടുത്തുക. ഓക്കെ, ഇനി അക്കാഡമിക് റൈറ്റിങ്ങിനെ നമുക്ക് കുറച്ചുകൂടി സിമ്പിളായിട്ട് ഡിഫൈൻ ചെയ്യാം. നമ്മൾ ഒരു ഡെഫിനിഷൻ പറഞ്ഞു, അക്കാഡമിക് റൈറ്റിംഗ് ഈസ് all kinds of writing assigned to the students for the purpose of study. ആ ഒരു ഡെഫിനിഷനാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. ഇനി മറ്റൊരു ഡെഫിനിഷൻ കൂടി ഉണ്ട്, അതുകൂടി നോക്കാം. ഇത് കുറച്ചുകൂടി സിമ്പിളായിട്ടുള്ള ഡെഫിനിഷനാണ്. അക്കാഡമിക് റൈറ്റിംഗ് ഈസ് എ ഫോർമൽ ആൻഡ് സീരിയസ് വേ ഓഫ് റൈറ്റിംഗ്. അക്കാഡമിക് റൈറ്റിംഗ് ഈസ് എ സീരിയസ് ആൻഡ് ഫോർമൽ വേ ഓഫ് റൈറ്റിംഗ്. ഫോർമലും അതുപോലെ തന്നെ സീരിയസും, ഫോർമൽ ആൻഡ് സീരിയസ് വേ ഓഫ് റൈറ്റിങ്ങിനെയാണ് നമ്മൾ അക്കാഡമിക് റൈറ്റിംഗ് എന്ന് പറയുന്നത്. എഴുതുന്ന സമയത്ത് രണ്ട് ഡെഫിനിഷനും കൂടി ചേർത്ത് എഴുതിയാൽ മതി. രണ്ട് ഡെഫിനിഷൻസ് ഏതൊക്കെയായിരുന്നു? കോളേജ് ലെവലിലുള്ള സ്റ്റുഡൻസിന് അസൈൻ ചെയ്ത് കൊടുക്കുന്ന റൈറ്റിങ്സിനെയാണ് അക്കാഡമിക് റൈറ്റിംഗ് എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ ഇറ്റ് ഈസ് എ ഫോർമൽ ആൻഡ് സീരിയസ് വേ ഓഫ് റൈറ്റിംഗ്. ഫോർമൽ റൈറ്റിംഗ് എന്ന് പറയുന്നത് കൊണ്ട് എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? നാം ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലും അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളുടെ കൂടെയൊക്കെ ഇരിക്കുമ്പോൾ സംസാരിക്കുന്ന ലാംഗ്വേജും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. വീട്ടിൽ ഇൻഫോർമലായിട്ട് അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ അടുത്ത് നമ്മൾ ഇൻഫോർമലായിട്ടാണ് സംസാരിക്കാറ്. എന്നാൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ ഫോർമലായാണ് സംസാരിക്കുന്നത്. സോ നമ്മുടെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ സ്ലാങ്, കൊളോക്കിയൽ എക്സ്പ്രഷൻസ്, ഇൻഫോർമൽ വേർഡ്സ് ആൻഡ് ഫ്രേസസ് ഇവയെല്ലാം അവോയ്ഡ് ചെയ്യണം. ഏതിൽ? അക്കാഡമിക് റൈറ്റിങ്ങിൽ. അക്കാഡമിക് റൈറ്റിംഗ് എന്താണെന്നാണ് പറഞ്ഞത്? ഫോർമൽ റൈറ്റിംഗ് ആണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻഫോർമൽ കോൺവെർസേഷൻസിലുള്ള കൊളോക്കിയൽ എക്സ്പ്രഷൻസ്, നമ്മുടെ സ്ലാങ്, അതുപോലെ തന്നെ ഇൻഫോർമൽ വേർഡ്സും ഫ്രേസസും ഒന്നും അക്കാഡമിക് റൈറ്റിങ്ങിൽ ഉപയോഗിക്കാൻ പാടില്ല. ഇവയെല്ലാം അവോയ്ഡ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ അക്കാഡമിക് റൈറ്റിങ്ങിൻ്റെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് എന്താണെന്ന് വെച്ചാൽ academic writing is different from creative writing or fictional writing. Academic writing ക്രിയേറ്റീവ് റൈറ്റിങ്ങിൽ നിന്നും അതോടൊപ്പം തന്നെ ഫിക്ഷണൽ റൈറ്റിങ്ങിൽ നിന്നും വ്യത്യാസപ്പെട്ട് കിടക്കുന്നു. ക്രിയേറ്റീവ് അല്ലെങ്കിൽ ഫിക്ഷണൽ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? കഥ, ഡ്രാമാസ്, നോവൽസ്, കവിതകൾ തുടങ്ങിയിട്ടുള്ള റൈറ്റിങ്സിനെയാണ് നമ്മൾ ക്രിയേറ്റീവ് റൈറ്റിംഗ് അല്ലെങ്കിൽ ഫിക്ഷണൽ റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഇവയിൽ നിന്നെല്ലാം അക്കാഡമിക് റൈറ്റിംഗ് വ്യത്യാസപ്പെട്ട് കിടക്കുന്നു. എങ്ങനെയാണെന്ന് നോക്കാം. ക്രിയേറ്റീവ് റൈറ്റിങ്സിൽ ഇമേജിനേഷനും പേഴ്സണൽ എക്സ്പീരിയൻസിനും അതുപോലെ തന്നെ പേഴ്സണൽ ഫീലിങ്സിനും ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലേ? നോവല്, കഥകളൊക്കെ ആണെങ്കിൽ ഒരാളുടെ ജീവിതത്തിൽ നടന്ന എക്സ്പീരിയൻസസിനെ കുറിച്ചോ ഫുൾ പേഴ്സണൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓതർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. അവിടെ ഇമാജിനേഷൻ അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റിക്ക് പ്രാധാന്യമുണ്ട്. ബട്ട് അക്കാഡമിക് റൈറ്റിങ്ങിൽ ഒബ്ജക്റ്റിവിറ്റിക്കാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്. അവിടെ അക്കാഡമിക് റൈറ്റിങ്ങിൽ പേഴ്സണൽ ഫീലിങ്സോ പേഴ്സണൽ എക്സ്പീരിയൻസോ ഒന്നും എക്സ്പ്രസ് ചെയ്യേണ്ട ആവശ്യകതയില്ല. കൂടാതെ ഇപ്പോൾ ബഷീറിൻ്റെ കൃതികളും അതുപോലെ തന്നെ എം ടിയുടെ രചനകളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ
മനസ്സിലാകും. ഓരോ ഓതേഴ്സിനും അവരുടേതായിട്ടുള്ളൊരു ഭാഷാ ശൈലി, ഒരു റൈറ്റിംഗ് ശൈലിയുണ്ട്. ആ ശൈലിയിലാണ് അവർ കഥ അവതരിപ്പിക്കുന്നത്. എന്നാൽ അക്കാഡമിക് റൈറ്റിങ്ങിൽ ഈ ഒരു ഫ്രീഡം ഇല്ല. തികച്ചും ഫോർമൽ ലാംഗ്വേജ് ആയിരിക്കണം അക്കാഡമിക് റൈറ്റിങ്ങിൽ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, നമ്മൾ പറഞ്ഞ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ അക്കാഡമിക് റൈറ്റിംഗ് ക്രിയേറ്റീവ് റൈറ്റിങ്ങിൽ നിന്നും അല്ലെങ്കിൽ ഫിക്ഷണൽ റൈറ്റിങ്ങിൽ നിന്നും വ്യത്യാസപ്പെട്ട് കിടക്കുന്നു. ക്രിയേറ്റീവ് റൈറ്റിങ്ങിൽ നമ്മൾ ഇമാജിനേഷനും ഓതറിൻ്റെ പേഴ്സണൽ ഫീലിങ്സ് ആൻഡ് എക്സ്പീരിയൻസും ഉപയോഗിക്കുന്നുണ്ട്. മാത്രമല്ല ഓരോ ഓതേഴ്സിനും അവരുടേതായിട്ടുള്ള ഭാഷാശൈലി ഉണ്ടായിരിക്കും. എന്നാൽ അക്കാഡമിക് റൈറ്റിങ്ങിൽ ഇത്തരത്തിലുള്ളൊരു ഫ്രീഡം നമുക്ക് ഇല്ല. അത് തികച്ചും ഫോർമൽ ആയിരിക്കണം. ഓക്കെ, ഇനി ഇതിൽ ഒരു പോയിന്റും കൂടിയാണ് നമുക്ക് നോക്കാനുള്ളത്. നെക്സ്റ്റ് പോയിന്റ്, അക്കാഡമിക് റൈറ്റിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നതാണ്. പ്രധാനമായും 3 ഫീച്ചേഴ്സാണ് പറയുന്നത്: ആക്യുറസി, പ്രിസിഷൻ ആൻഡ് ഒബ്ജക്റ്റിവിറ്റി. ആക്യുറസി, പ്രിസിഷൻ ആൻഡ് ഒബ്ജക്റ്റിവിറ്റി ആർ ദ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് അക്കാഡമിക് റൈറ്റിംഗ്. അക്കാഡമിക് റൈറ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സാണ് ആക്യുറസിയും പ്രിസിഷനും അതുപോലെ തന്നെ ഒബ്ജക്റ്റിവിറ്റിയും. കൃത്യത, സ്പഷ്ടത, വസ്തുനിഷ്ഠമായിരിക്കുക എന്നീ 3 പ്രധാന ഫീച്ചേഴ്സാണ് അക്കാഡമിക് റൈറ്റിങ്ങിനുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ഇത്രയും നേരം പറഞ്ഞ പോയിന്റ്സ് ജസ്റ്റ് ഒന്ന് സമ്മപ്പ് ചെയ്യാം. ലിസൺ. അക്കാഡമിക് റൈറ്റിംഗ്, ഫസ്റ്റ് പോയിന്റ് നമ്മൾ പറഞ്ഞത് ജനറലി അക്കാഡമിക് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു ഓൾ കൈൻഡ്സ് ഓഫ് റൈറ്റിംഗ് അസൈൻഡ് ടു ദ സ്റ്റുഡൻസ് ഫോർ ദ പേർപ്പസ് ഓഫ് സ്റ്റഡി. അതായത് പഠന പ്രക്രിയയിൽ കുട്ടികൾക്ക്, സ്റ്റുഡൻസിന് അസൈൻ ചെയ്ത് നൽകുന്ന കൈൻഡ്സ് ഓഫ് റൈറ്റിങ്സിനെയാണ് നമ്മൾ അക്കാഡമിക് റൈറ്റിംഗ് എന്ന് പറഞ്ഞത്. ഇറ്റ് ഈസ് എ ഫോർമൽ ആൻഡ് സീരിയസ് വേ ഓഫ് റൈറ്റിംഗ്. അത് ഫോർമൽ അതുപോലെ തന്നെ സീരിയസ് വേ ഓഫ് റൈറ്റിംഗ് ആണെന്ന് പറഞ്ഞു. യൂസിങ് ടെക്നിക്കൽ ടേംസ് ആൻഡ് ഫ്രേസസ് റിലേറ്റഡ് ടു ദ ഡിസിപ്ലിൻ. നമ്മുടെ കോഴ്സുമായിട്ട്, നമ്മുടെ സബ്ജക്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടെക്നിക്കൽ ടേംസും ഫ്രേസസും ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളത് എഴുതേണ്ടത്. ഡിഫറെൻറ്റ് ഫ്രം ക്രിയേറ്റീവ് റൈറ്റിംഗ് ആൻഡ് ഫിക്ഷണൽ റൈറ്റിംഗ്. ക്രിയേറ്റീവ് റൈറ്റിങ്ങിൽ നിന്നും ഫിക്ഷണൽ റൈറ്റിങ്ങിൽ നിന്നും അത് വ്യത്യാസപ്പെട്ട് കിടക്കുന്നു. എന്തെല്ലാം കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു? കൊളോക്കിയൽ എക്സ്പ്രഷൻ, സ്ലാങ്, പേഴ്സണൽ എക്സ്പീരിയൻസ് ആൻഡ് ഫീലിങ്സ്. ഇവയൊന്നും ഏതിൽ ഉൾക്കൊള്ളിക്കാൻ പാടില്ല? അക്കാഡമിക് റൈറ്റിങ്ങിൽ ഉൾക്കൊള്ളിക്കാൻ പാടില്ല. അവോയ്ഡ് കൊളോക്കിയൽ എക്സ്പ്രഷൻ, സ്ലാങ്, personal experience and feelings in academic writing. Okay, then the last point, the important features of academic writing ആണ്. What are the important features of academic writing? Accuracy, precision and objectivity. Accuracy, precision and objectivity are the important features of academic writing. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അക്കാഡമിക് റൈറ്റിംഗ് എന്ന ടോപ്പിക്കിൻ്റെ അണ്ടറിൽ പഠിച്ചത്, ഡിസ്കസ് ചെയ്തത്. ഇത് 2 മാർക്കിന് ചോദിച്ച് കണ്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് അക്കാഡമിക് റൈറ്റിംഗ്? അപ്പോൾ അക്കാഡമിക് റൈറ്റിംഗ് ഡിഫൈൻ ചെയ്യേണ്ടത് ഇത്രയും പോയിന്റ്സ് വെച്ചിട്ടാണ്. ആദ്യം എന്താണ് അക്കാഡമിക് റൈറ്റിംഗ് എന്നത് നമ്മൾ 2 രീതിയിൽ ഡിഫൈൻ ചെയ്തു, അത് എഴുതുക. പിന്നീട് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും അതിൻ്റെ ഫീച്ചേഴ്സും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആൻസർ അറ്റൻഡ് ചെയ്യുക. ഓക്കെ.